എല്ലാവർക്കും മൺകുട്ടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഫാദേഴ്സ് ഡേ ഒക്കെ അല്ലേ വരുന്നേ? നമ്മുടെ അപ്പന്മാർക്ക് നമുക്കൊരു ഡെലീഷ്യസ് യമ്മി സർപ്രൈസ് ഉണ്ടാക്കി കൊടുത്താലോ? അതെ, അച്ഛ ഇപ്പൊ ഡ്യൂട്ടിയിലാ. അപ്പൊ ഞാൻ അച്ഛയ്ക്ക് വേണ്ടി ഒരു യമ്മി സർപ്രൈസ് ഉണ്ടാക്കാൻ പോവാ. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല, എന്തായാലും നല്ല യമ്മി ആയിട്ട് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പൊ ഇതിന് എന്തൊക്കെയാ വേണമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കുറച്ച് ബ്രെഡ് വേണം, പിന്നെ നമുക്ക് ചീസ് വേണം, പിന്നെ ടൊമാറ്റോ സോസ് വേണം, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വേണം. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഓൾറെഡി മിക്സ്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, ഒണിയനും പിന്നെ കുറച്ച് തക്കാളിയും കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഞങ്ങൾ എന്താ ക്രഷ്ഡ് ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് ആണ് ഇതിനകത്ത് ഇടേണ്ടത്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉണക്കമുളക് പൊട്ടിച്ചിട്ടു, എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും ഒറിഗാനോ ആണ് ശരിക്കും ഇടേണ്ടത്. ഞങ്ങൾക്ക് ഒറിഗാനോ ഇല്ലാത്തതുകൊണ്ട് ഈ മിക്സഡ് ഹെർബ്സ് ആണ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇട്ടത്. അപ്പോൾ ഇതും ആണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ബ്രെഡ് എടുക്കുവാണ്. എത്ര ബ്രെഡ് എടുക്കണം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ആദ്യം കുറച്ച് എടുത്ത് നോക്കാം. ഇപ്പോൾ ആദ്യം ഒരു 3 എണ്ണമാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി എടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് സൈഡ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഇത് വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് കട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു സൈഡും കൂടെ ഉള്ളൂ കട്ട് ചെയ്യാൻ. യെസ്, അപ്പം ഞാൻ ഇത് എല്ലാ സൈഡുകളും ക്രംസ് ഒക്കെ കട്ട് ചെയ്തു. ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയല്ല, ഇത് ഒന്നുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയും ഇങ്ങനെ തന്നെ സ്ക്വയേഴ്സ് ഉണ്ടാക്കി കൊടുക്കാം, കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എനിക്ക് ഉറപ്പാണ് അച്ഛയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നത്. കാരണം അച്ഛയ്ക്ക് ഇങ്ങനത്തെ ബ്രെഡ് വെച്ചുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഐ ഹോപ്പ് ഹി വിൽ ലൈക്ക് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ ഉള്ളത് ബ്രെഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു 2 ബ്രെഡ് കൂടെ വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ പീസും കട്ട് ചെയ്തതാ അതോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ടിംഗ് ബോർഡിൻ്റെ ആവശ്യമില്ല. അയ്യോ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഇനി ബ്രെഡിലാണ് ഇനി മിക്സേഴ്സ് ഒക്കെ ചെയ്യേണ്ടത്. നമ്മുടെ വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞില്ല, നമുക്കത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ചെറിയ പാത്രമായി പോയോ എന്നൊരു സംശയം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഒറിഗാനോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അതിനൊരു ഫ്ലേവർ കിട്ടാൻ. ഒറിഗാനോ അല്ല, ഹെർബ്സ്. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ പിസയിലൊക്കെ ഇടുന്ന പോലത്തെ ഹെർബ്സ് ആണെന്ന് തോന്നുന്നു. അത് പിസയിൽ ഇടുന്ന അതിൻ്റെ ഒരു മണമുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി കുറച്ച് സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മിക്സ്ചർ. കുറച്ച് സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മിക്സർ റെഡിയായി. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ആക്കാം. ഫസ്റ്റ് ഞാൻ കുറച്ച് ഇത് ഇടുന്നുണ്ട് ഇതിനകത്തോട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് മുട്ട. ഇനി നെക്സ്റ്റ് ഇതൊന്ന് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫൈനൽ ടച്ചസിലേക്ക് വരുവാണ് നമ്മുടെ ചീസ് നമുക്ക് വാരി വിതറാം. ഞങ്ങളിങ്ങനെ ഗ്രൈൻഡഡ് ചീസാണ് വാങ്ങിച്ചേക്കുന്നത്. നമുക്ക് മൊസറല്ലയോ ഏത് ചീസ് വേണമെങ്കിലും നമുക്ക് ഇടാം. നല്ലപോലെ ചീസ് ഞാനിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ചീസ് നല്ലപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു തുള്ളി സോസും കൂടെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കൊരു തുള്ളി ഒറിഗാനോ എൻ്റെ കയ്യിലെടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അതിനകത്തോട്ട് ഇടുമ്പോൾ കുറേ കൂടി പോകാറുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഉള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ബേക്ക് ചെയ്യുവാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഓവൻ ഉള്ളതുകൊണ്ട് ഓവനിൽ 200 സെൽഷ്യസ് 5 മിനിറ്റ് വെച്ചാൽ മതി. ഇതൊരു അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഞങ്ങൾ കിച്ചണിൽ വന്നു. ഇനി ഇതിനകത്ത് വെക്കാം. ഇത് കുറച്ച് മുമ്പ് അമ്മ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു 200 സെൽഷ്യസിൽ. ഇനി നമുക്ക് ഇതകത്ത് വെക്കാം. അയ്യോ, മറ്റേ സാധനം എന്ത് ഇതിനകത്ത് വെക്കുന്നത്? അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെച്ചു. ഇനി നമുക്ക് ഇത് തുറക്കാം. ഈ പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ, ഇതിവിടെ ഇനി 5 മിനിറ്റ് ഇരിക്കട്ടെ. കറക്റ്റ് 5 മിനിറ്റ് എന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഓരോ ഓവനിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എത്ര ടൈമാണെന്ന്. നമ്മൾ ഈ ചീസൊക്കെ നല്ല ഇങ്ങനെ മെൽറ്റായി വരുന്ന കണ്ടാൽ നമുക്കത് എടുക്കാം. ഓക്കെ, നമുക്ക് റെഡി ആകുമ്പോൾ കാണാം. ഓക്കെ, ഇതാ വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോൾ നല്ല മെൽറ്റായി ചീസൊക്കെ നല്ല ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും വേണമെങ്കിൽ ലഞ്ച് ആയിട്ട് പോലും കഴിക്കാം. അത്ര ഹെവിയാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത് എടുക്കാം. നല്ല ചൂടാണ്. അയ്യോ, look at this. Oh, looking like so beautiful. ഓക്കെ, അപ്പോൾ ഇതാ എൻ്റെ മുമ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്കിത് മൊത്തം കഴിച്ചു തീർക്കാൻ തോന്നുന്നുണ്ട്. ബട്ട് നോ, അച്ഛക്കുള്ള സർപ്രൈസ് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല ചീസുള്ള ഭാഗത്ത് നിന്ന് എടുത്തു. കുറച്ച് സോസിൽ മുക്കി. ആ ബ്രെഡും ചീസും ആ വെജിറ്റബിൾസും ആ ഒരു ക്രഞ്ച്, എൻ്റെ മോനെ അടിപൊളി സൂപ്പർ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ, എന്തായാലും ട്രൈ ചെയ്യണം. നമുക്ക് ഓവൻ ഇല്ലെങ്കിൽ നമ്മുടെ കുക്കറിലോ അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിൽ വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഓവനൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ ഒരു ഓവൻ സെറ്റപ്പ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അത് ഉണ്ടാക്കാം. പൊള്ളി സാധനമാണ്. അത്ര അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിച്ചാൽ അഡിക്റ്റഡ് ആയിപ്പോ ഉറപ്പാണ്. ചീസ് ലവേഴ്സിന് ഇത് മസ്റ്റാണ്. ഈ എന്നെ മുമ്പിൽ ഞാൻ മൊത്തം നിന്ന് വെക്കും. അത് നമുക്ക് എടുത്തു വെക്കാം. എന്നിട്ട് നമുക്ക് അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ റിയാക്ഷൻ നോക്കാം. ഓക്കെ,
അപ്പൊ ഇതാ അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അച്ഛക്ക് എനിക്കൊരു സർപ്രൈസ് ഉണ്ട്, കണ്ണടയ്ക്കാൻ. ഓക്കെ, അപ്പൊ എടുത്തിട്ട് തരാം. ഇത് എന്താന്ന് പറഞ്ഞാ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇതിനകത്ത് ചീസ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, സോസ് ഉണ്ട്, ഒരു ഒരു പിസ്സ സ്ലാഷ് ഒരു ബ്രെഡ് മിക്സ്ചർ, അങ്ങനെയുള്ള ഞാൻ കഴിക്കാൻ അച്ഛക്ക് ചെങ്ങനുണ്ടെന്ന് പറയണേ. അച്ഛക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താണ്. എനിക്ക് ഉറപ്പില്ലായിരുന്നു അച്ഛക്ക് ഇഷ്ടപ്പെടുന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സിനും ഒക്കെ നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അടിച്ചു പൊളിക്കും ഫാദേഴ്സ് ഡേ. ഞങ്ങൾക്കിനിയും കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം ഞാനും ആമിയും അത് അച്ഛക്ക് കൊടുക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഫാദേഴ്സ് ഡേ അടിച്ചു പൊളിക്കുക. ബൈ.